ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്നത് എങ്ങനെ പണക്കാരനാവാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പണം വന്ന് നിറയാൻ, ഒരു ധനം സമ്പാദിക്കാൻ ഉള്ള വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക് ഇന്ന് പറയാൻ പോകുന്നത്. വളരെ അധികം എല്ലാവരും ആവശ്യപ്പെടുന്നൊരു ടോപ്പിക് കൂടിയാണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഒരാൾ പണക്കാരനാവുക? പലരുടെയും വിചാരം പണക്കാരനാവുക എന്നത് അപ്രാപ്യമായ കാര്യമാണ് എന്നാണ്. പണക്കാരനാവാൻ ചിലർക്ക് മാത്രമേ കഴിയൂ, അതെല്ലാം ഭാഗ്യം കൊണ്ടുണ്ടാവുന്നതാണ് എന്നാണ് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. പണം ആർക്ക് വിചാരിച്ചാലും സമ്പാദിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം പണം എന്നത് ഒരു ഭാഗ്യത്തിൻ്റെ കളിയല്ല. അതിൻ്റെ പിന്നിലൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് എന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നതാണ്. അതായത് പലരുടെയും സംസാരം കേട്ടാൽ അറിയാം, എന്നും ദാരിദ്ര്യത്തെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചും എല്ലാമാണ് സംസാരിക്കാൻ താല്പര്യം. ഇപ്പോൾ ഒരു നിശ്ചിത സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ കുടുംബത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുടിക്കാൻ പെടാപ്പാട് പെടുന്ന കഥയായിരിക്കും പറയുക. അതായത് മാസാവസാനം ആകുമ്പോഴേക്കും ഒന്നും കയ്യിലില്ല, അല്ലെങ്കിൽ ജീവിത ചെലവ് കഴിയുന്നത് ആരോ പറഞ്ഞ പോലെയാണ്, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. എന്നാൽ പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ നമ്മളുടെ ചില ശീലങ്ങൾ മാറ്റിയേ പറ്റും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ നമ്മളുടെ കയ്യിലുള്ള പണത്തിനോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കട്ടെ, ഓരോ കാശിനോടും ഓരോ പൈസയോടും ഓരോ നാണയത്തുട്ടുകളോടും നന്ദിയുള്ളവരായിരിക്കുക. നന്ദി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ധനം നമ്മളിലേക്ക് വന്ന് കുമിഞ്ഞുകൂടും. അതായത് നമ്മളിലേക്ക് സമ്പത്തൊഴുകാനുള്ള ആദ്യത്തെ വഴി എന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. നമ്മളിടുന്ന വസ്ത്രങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ താമസിക്കുന്ന വീട്, സഞ്ചരിക്കുന്ന വാഹനം, അതുപോലെ തന്നെ നമ്മൾ ചിലവാക്കുന്ന ഓരോ കാശിനും, നമ്മൾ നേടുന്ന ഓരോ കാശിനും, നമ്മുടെ കൈവശമുള്ള ഓരോ പൈസയ്ക്കും നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നന്ദിയുള്ളവന് ധാരാളം ദൈവം വാരി കോരി ചൊരിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എപ്പോഴും നന്ദിയോടുകൂടി പ്രവർത്തിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്താഗതി മാറ്റുക. പലരും പറയാറുണ്ട്, ഞാനൊന്നും ഈ ജന്മത്തെ പണക്കാരനാവുന്നില്ല, ഞാൻ പാവപ്പെട്ടവനായി ജനിച്ചു, പാവപ്പെട്ടവനായി ജീവിച്ചു, ഇനി പാവപ്പെട്ടവനായി തന്നെ മരിക്കും. കാരണം പാരമ്പര്യ സ്വത്തുക്കളില്ല, എൻ്റെ ഫാമിലിയിൽ പണക്കാരില്ല, എനിക്കാരും പണം തന്ന് സഹായിക്കാനില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ജീവിച്ച് പാവപ്പെട്ടവനായി തന്നെ മരിക്കും. പണമൊന്നും എന്നിലേക്ക് വരില്ല. ഞാൻ ഉദ്ദേശിച്ചാലോ ഞാൻ പണിയെടുത്താലോ ഒന്നും ഞാൻ പണക്കാരനാവുന്ന എനിക്ക് തോന്നുന്നില്ല, അല്ലേ? പലരും പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഇതൊന്ന് മാറ്റിപ്പിടിച്ച് നോക്കിക്കേ. ഞാൻ പണക്കാരനാവും, ഞാൻ വിചാരിച്ചാലും പണം നേടാൻ കഴിയുന്നതേ ഉള്ളൂ. പണത്തെ ഞാൻ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു, നിരന്തരം പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഇങ്ങനെയുള്ള ധാരാളം അഫർമേഷൻസ് നമ്മുടെ ചിന്താഗതിയെ മാറ്റുമെന്നത് തീർച്ചയാണ്. ഇത് ധാരാളം പറയുന്നതിലൂടെ നമ്മുടെ മണിയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറും. അപ്പോൾ പോസിറ്റീവായി മണിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ പണം നമ്മളിലേക്ക് വരാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഇത്ര ലാക്സ് പണം, ഇപ്പോൾ 10 lakhs പണം എൻ്റെ അക്കൗണ്ടിലുണ്ട് എന്ന് കണ്ണടച്ച് ഒരു 10 നിമിഷമെങ്കിലും പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എത്ര രൂപയാണോ നിങ്ങൾക്ക് ആവശ്യം ആ എമൗണ്ട് എന്നും സ്വപ്നത്തിൽ കാണുക, എന്നും വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ. അതായത് നമ്മൾ പണക്കാരനാവുന്നു, നല്ല വലിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നു, നല്ല ഷോപ്പിംഗ് ചെയ്യുന്നു, അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുന്നു, ധാരാളം പേര് സഹായിക്കുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, അങ്ങനെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിരന്തരം വലിയ പണക്കാരുടെ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മളും അതിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതായത് നമ്മളും മെല്ലെ മെല്ലെ പണക്കാരനാവാൻ തുടങ്ങും എന്നതാണ് സീക്രട്ട്. സോ മൈൻഡ് സെറ്റ് മാറ്റുന്നതിലൂടെ നമുക്കും പണക്കാരനാവാം. മൂന്നാമത്തത് പണത്തോട് ഉള്ള അപ്രോച്ച് മാറ്റുക എന്ന് പറഞ്ഞത് പണത്തെ സ്നേഹിക്കുക. അതായത് ഓരോ രൂപ ചിലവാക്കുമ്പോഴും നമ്മൾ പണത്തിനോട് പറയുക, ഡിയർ മണി, ഗോ ആൻഡ്
serve the world. Go and serve the world and come back with your friends happily. അതായത് സന്തോഷത്തോടു കൂടി പണം ചിലവാക്കുക. പണം ചിലവാക്കുമ്പോൾ തീർന്നു പോകുമോ എന്നുള്ള ഭയം പാടില്ല. കാരണം ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഒരു 1000 രൂപയുടെ ഭക്ഷണം കഴിച്ചു, പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള ചിന്ത എന്തായിരിക്കും? യാത്രയിലുടനീളം അത്രയൊന്നും ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നില്ല, 1000 രൂപ പോയില്ലേ, അതെൻ്റെ കാശിൽ നിന്ന് കുറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞു. അങ്ങനെയുള്ള ഒരു ചിന്താഗതികളും പറ്റില്ല. നമ്മൾ ആവശ്യത്തിന് അത് പണം ചിലവഴിക്കുക തന്നെ വേണം, അല്ലേ? പക്ഷെ അത് സന്തോഷപൂർവ്വമായിരിക്കണം. സന്തോഷപൂർവ്വം നമ്മൾ പണത്തെ പറഞ്ഞയക്കുമ്പോൾ അത് സന്തോഷപൂർവ്വം തന്നെ നമ്മളിലേക്ക് തിരികെ എത്തും, ഇരട്ടിയായി തിരികെ എത്തും. അതുപോലെ തന്നെ മാസത്തിലൊരിക്കലെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ പണത്തെ ഒരിക്കലും പിണക്കരുത്. പണത്തിൻ്റെ പേരിൽ ഒരിക്കലും തർക്കം പാടില്ല. പൊതുവെ കുടുംബങ്ങളിൽ പണത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ പണം പിണങ്ങും എന്നാണ് പറയാറ്. അപ്പോൾ പണത്തെ പിണക്കാതെ എപ്പോഴും പണത്തിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പണത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിച്ച് പണം നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുക. ഐ ആം എ മണി മാഗ്നറ്റ്. ഐ ആം ഓപ്പൺ ടു റിസീവ് ദ അൺലിമിറ്റഡ് വെൽത്ത്. ഐ ആം ബിക്കമിങ് റിച്ച്. ഐ ആം റിച്ച് എന്നീ അഫർമേഷൻസ് നിരന്തരം പറയുക. അതുപോലെ തന്നെ പണത്തിൻ്റെ വാല്യൂ അറിഞ്ഞുകൊണ്ട് നിരന്തരം നമുക്ക് ആവുന്ന വിധത്തിലൊക്കെ പണം കൊണ്ട് എന്തൊക്കെ നന്മ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അത് തുടരെ ചെയ്തുകൊണ്ട് വീണ്ടും ധനവാനാവുക. എല്ലാവർക്കും പണക്കാരനാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.